മുത്തശ്ശിക്കഥകളിലെ രാക്ഷസവൃക്ഷത്തെ ഓർമ്മപ്പെടുത്തുന്ന വലിപ്പം. വാനിലേക്ക് വലിയ ചില്ലകൾ വീശി തലയെടുപ്പോടെ നിൽക്കുകയാണ് വൃക്ഷസുന്ദരി. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിനുള്ളിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പടുകൂറ്റൻ തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്. 2011 കണക്കുപ്രകാരം മരത്തിന് 40 മീറ്റർ ഉയരമുണ്ട്. വണ്ണം 7.02 മീറ്ററും. ചുരുക്കത്തിൽ 5 പേർ ഇരുകൈകളും വശങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചാലും കൂട്ടിമുട്ടാത്തത്ര വലിപ്പമാണ് തേക്കിനുള്ളത്. അവസാന കണക്കെടുപ്പ് കഴിഞ്ഞ് 6 വർഷം കൂടി പിന്നിടുമ്പോൾ തേക്ക് അതിരുകളില്ലാത്ത ആകാശത്തെ ലക്ഷ്യമാക്കി ചില്ലകൾ നീട്ടുകയാണ്. പറമ്പിക്കുളത്തെ ആദിവാസി വിഭാഗക്കാർക്കിടയിൽ തേക്കിനെക്കുറിച്ചൊരു കഥയുണ്ട്. അതിങ്ങനെയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേക്കുമരങ്ങൾ വെട്ടി മാതൃരാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് പതിവായിരുന്നു. പറമ്പിക്കുളം വനമേഖലയിലെ തേക്കുകളിലും ഒരിക്കൽ മഴു വീണു തുടങ്ങി. തേക്കുവെട്ടാനായി ആദ്യകോടാലി മരത്തിൽ പതിച്ചപ്പോൾ അതിൽ നിന്നും രക്തം പൊടിഞ്ഞുവത്രേ. തൊഴിലാളികളും ബ്രിട്ടീഷുകാരും രക്തം കണ്ടു ഭയന്നു. മരം ദേവതകളുടെ കുടിയിരിപ്പാണെന്നും കന്യകയായതിനാലാണ് അതിൽ നിന്നും രക്തം പുറത്തു വന്നതെന്നും ആദിവാസി വിഭാഗക്കാർ വിശ്വസിച്ചു. അങ്ങനെ മരത്തിന് കന്യകയെ അനുസ്മരിപ്പിക്കും വിധം കന്നിമരം എന്ന് വിളിപ്പേര് വന്നു. കാലാന്തരത്തിൽ അത് കന്നിമാരാത്തേക്കായി പരിണമിച്ചു. ബ്രിട്ടീഷിൻ്റെ പീരീഡിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ട്രാംപ് വഴിക്ക് അവർ മരങ്ങളൊക്കെ മുറിച്ച് ഇവിടുന്ന് ചാലക്കുടി വഴിക്ക് അങ്ങനെ കൊച്ചി ചാലക്കുടി കൊണ്ടുപോയി, അവിടുന്ന് കൊച്ചി കൊണ്ടുപോയി, അവിടുന്ന് കപ്പൽ കയറ്റി വെളിനാട്ടിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഈ മരം അന്ന് മുറിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ആദിവാസികളൊക്കെ ഇതൊരു ദൈവമാതിരി വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ബ്ലഡ് വന്നെന്നും പറഞ്ഞ് സാഹിബ് പേടിച്ചിട്ട് വിട്ടിട്ട് പോയിട്ടുള്ളതാണ് ഈ കന്നിമരത്തേക്ക്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ആദിവാസികൾ വെച്ച പേരാണ് ഇതിന് കന്നിമരത്തേക്ക്. അപ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് അതിന് ബ്ലഡ് വരാ വെച്ചാൽ അവർ ഇവിടുത്തെ മലദൈവങ്ങൾ 7 കന്യകൾ ഈ മരത്തിനകത്ത് കുടിയിരിക്കുന്നുണ്ട്. അതിനെക്കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. അവരിതൊരു ദൈവന്മാർ കണക്കാക്കിയിരുന്ന മരമാണ്. ഇത് നമ്മൾ മണ്ണൊലിപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടി 94-95 ഇതിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ നിങ്ങളെ അടിയിൽ കാണാം. അപ്പോൾ ആ സമയത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് മണ്ണൊലിപ്പില്ലാതിരിക്കാൻ വേണ്ടി ഈ തിട്ടം കിട്ടിയത്. തൂണക്കടവിൽ നിന്നും 6 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ കന്നിമാരത്തേക്കിനടുത്തെത്തും. പറമ്പിക്കുളം വിനോദസഞ്ചാര പാതയിൽ സഞ്ചാരികൾ എന്നും വന്നെത്തുന്ന ഇടം കൂടിയാണിത്. 465 വർഷം പഴക്കമുള്ള തേക്കുമരത്തിന്റെ നീളവും വണ്ണവും മുഖവിലക്കെടുക്കുമ്പോൾ വിപണി വില 4 കോടിക്കടുത്ത് വരുമെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. പാലക്കാട് നിന്നും 90 കിലോമീറ്റർ യാത്ര ചെയ്താൽ പറമ്പിക്കുളത്ത് എത്തിച്ചേരാം. അനിർവചനീയ കാനന സൗന്ദര്യവും വന്യജീവികളുടെ നിത്യസാന്നിധ്യവുമുള്ള മേഖല ജലാശയങ്ങളാലും അണക്കെട്ടുകളാലും പേരുകേട്ട ഇടമാണ്. ക്യാമറമാൻ മനോജ് പുതുപ്പാടിക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.